അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്ന് നമ്മുടെ നാലാമത്തെ ക്ലാസ് ആയിരുന്നു. അൽഹംദുലില്ലാ. അപ്പം ആ ഒരു നാലാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയ കാര്യങ്ങൾ മുഴുവനായിട്ടും ഇതിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് കഴിയുന്ന കാര്യമല്ല. കാരണം ഇന്ന് തജ്വീദ് അതേപോലെ തന്നെ എങ്ങനെ ഖുർആൻ ഓതുക എന്നുള്ളതും അതിന്റെ തർജ്ജമകളും തഫ്സീറൊക്കെ ഒന്ന് ഓടിച്ചു പോയിട്ടുള്ള ഒരു ഇന്ററാക്റ്റീവ് ക്ലാസ് ആയിരുന്നു. അപ്പൊ അതിന് പകരമായിട്ട് ഇന്ന് ഞാൻ പകുതിയിൽ നിർത്തേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഷാല്ല ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുന്ന രീതിയിൽ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് നമ്മളെ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന് നഫ്സിനെ കുറിച്ച്, ഒന്ന് തവക്കലിനെ കുറിച്ച്, അടുത്തതായിട്ട് അല്ലെങ്കിൽ ഉം, നമ്മളെ ഉം, ഉള്ളിലുള്ള അഹങ്കാരം ഇല്ലാതാക്കുന്നതിന്. ഇൻഷാല്ല കുറച്ച് നീണ്ടു പോകുന്ന ഒരു ക്ലാസ് ആയിരിക്കും, പക്ഷേ കേൾക്കുന്നവർക്ക് ഉപകാരപ്രദമായിരിക്കും. അതേപോലെ നമ്മളെ ക്ലാസ് കേട്ടിട്ട് ഒരുപാട് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അൽഹംദുലില്ലാ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനിയും നിങ്ങൾ ആർക്കെങ്കിലും ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ലിങ്കിൽ ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് പിൻ ചെയ്യാം. അതിൽ പോയിട്ട് ജോയിൻ ചെയ്യാം ഇൻഷാല്ല. അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ ആ കമന്റ് ബോക്സിൽ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പം നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. السلام عليكم ورحمة الله وبركاته. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما. ഇന്നൊരു സംസാരിക്കുന്ന ക്ലാസ് അല്ല, ഇന്ന് നമ്മളെ ഉള്ളിലേക്ക് നോക്കുന്ന ഒരു സമയമായിട്ടാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മള് ഒന്ന് കണ്ണടയ്ക്കുക. ഓക്കെ, ഒരു ഡീപ്പായിട്ടുള്ള ബ്രെത്ത് എടുക്കുക. നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. മെല്ലെ നന്നായിട്ട് നമ്മളെ വയറ് വരെ എത്തുന്ന രീതിയിൽ നന്നായിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. കുറച്ച് സമയം അവിടെ പിടിച്ചു വെക്കുക. എന്നിട്ട് മെല്ലെ അത് പുറത്തേക്ക് കളയാം. ഒരു 2 തവണയും കൂടി ഇതുപോലെ ചെയ്യാം. എന്നിട്ട് വീണ്ടും ശ്വാസം എടുക്കുന്ന സമയത്ത് കൈ ഹൃദയത്തിന്റെ അവിടെ വെച്ചിട്ട് അള്ളാഹുവേ നീ എന്നെ അറിയുന്നുണ്ട്, അള്ളാഹുവേ നീ എന്റെ ഹൃദയം അറിയുന്നുണ്ട്, അള്ളാഹുവേ നീ എന്റെ ഹൃദയത്തിലുള്ള മുഴുവൻ കാര്യങ്ങളും അറിയുന്നുണ്ട്. വീണ്ടും നന്നായിട്ട് ശ്വാസോച്ഛ്വാസം ചെയ്യാം. കണ്ണ് തുറക്കാം. ഓക്കെ, ഇങ്ങനെ നമ്മൾ കുറച്ച് സമയം ചെയ്യുമ്പോൾ തന്നെ നമ്മളും അള്ളാഹുമായിട്ടുള്ള കണക്ഷൻ നമുക്ക് കിട്ടി തുടങ്ങും. ഇതേ രീതിയിൽ തന്നെയാണ് നമ്മൾ ദിക്റുകളും ചെല്ലേണ്ടത് കേട്ടോ. നന്നായിട്ട് ശ്വാസം എടുക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. ഈ രീതിയിലാണ് നമ്മൾ ശ്വാസോച്ഛ്വാസം ചെയ്യേണ്ടത്. അല്ലാതെ നമ്മൾ ദിക്റ് ചെല്ലുന്നത് ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, അതിൽ കുറെ അക്ഷരങ്ങൾ മാറി പോകുന്നുണ്ട്. ലാ ഇലാ ഹ എവിടെ പോയി? ലാ ഇലാഹ എന്നാണ്. ലാ ഇല യാ അല്ല. ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. ഈ ഓരോ ലാ ഇലാഹ ഇല്ലല്ലാ പറയുമ്പോഴും നമ്മൾ ഓർക്കുക, അള്ളാഹു അല്ലാതെ വേറൊരു ആരാധ്യനില്ല. ഈ ആരാധ്യൻ എന്നുള്ളതിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അള്ളാഹു അള്ളാഹുവിന് ഒരുപാട് പേരുകളില്ലേ. അള്ളാഹു തന്നെ പറഞ്ഞിട്ടുണ്ട് അള്ളാഹുവിന്റെ പേരുകൾ എഴുതാന് ഈ ലോകത്തുള്ള മുഴുവൻ മരങ്ങളും പേനകളായാലും ഈ നമ്മളെ ഭൂമിയിലുള്ള സമുദ്രങ്ങളും അത്ര തന്നെ വീണ്ടും സമുദ്രങ്ങളും വന്നാൽ പോലും അത് എഴുതി തീരില്ലെന്ന്. അപ്പം അത്രയും എന്നുള്ളൊരു വാക്കിന് അത്രയും അധികം പേരുകളുണ്ട്. അപ്പം അത് നമ്മൾ ഓർക്കുക, അള്ളാഹു അല്ലാതെ ഒരു ആരാധ്യനുമില്ല. അപ്പൊ അള്ളാഹുവാണ് നമ്മൾ ആശ്രയം. നമ്മൾ ആശ്രയിക്കുന്ന അള്ളാഹുവാണ് നമ്മളെ കാരുണ്യത്തോടെ കൊണ്ടു നടക്കുന്നത്, നമ്മളെ സഹായിക്കുന്നത്, നമ്മളെ
സ്വർഗത്തിലേക്കാക്കുന്നത്, നമ്മളെ ഇഹലോകത്തുള്ള കാര്യങ്ങൾ മുഴുവനും നമുക്ക് അനുഗ്രഹങ്ങൾ തരുന്നത്, നമ്മളോട് കാരുണ്യം കാണിക്കുന്നത്, നമ്മളെ വിജയിപ്പിക്കുന്നത്, നമ്മളെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നത് അല്ലേ? നമ്മളെ ഈ കളിമണ്ണ് കൊണ്ട് ഷെയ്പ്പ് ചെയ്തെടുക്കുന്ന പോലെ നമ്മളെ ഹൃദയത്തെ ഷെയ്പ്പ് ചെയ്തെടുക്കുന്നത്, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എന്താണ്? അള്ളാഹു ആണ് നൽകുന്നത്. നമ്മളെ ജീവിതത്തിൽ ഏറ്റവും വലുത് അള്ളാഹുവാണ്, അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. അത് പക്ഷേ നമ്മളെ മറന്നു പോവുക, അല്ലെങ്കിൽ നമ്മൾ ദൂരെയായി പോകുന്നുണ്ട്. നമ്മൾ ഇനി അള്ളാഹുമായിട്ട് അടുത്തടുത്ത് തുടങ്ങുന്നതിനനുസരിച്ച് കണക്ഷൻ കിട്ടി 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 തുടങ്ങും. കാരണം അള്ളാഹുവിനെ അടുത്ത് നമ്മൾ ഒരു ക്ഷണം എടുത്താൽ അള്ളാഹു നമ്മളോട് ഒരു മുഴ അടുക്കുന്നല്ല പറഞ്ഞിട്ടുള്ളത്, ഇൻഷാ അള്ളാഹ്. അപ്പൊ ആ സമയത്ത് നമുക്ക് അള്ളാഹുമായിട്ട് കണക്ഷൻ കിട്ടാനുള്ള ഒരു മാർഗമാണ് ഇതുപോലെ നമ്മൾ അള്ളാഹു എന്നെ അറിയുന്നുണ്ട്. അതൊരു തവക്കലിന്റെ ഒരു രൂപം കൂടിയാണ്. അതുപോലെ നമ്മൾ ഇലാഹ ഇല്ലല്ലാഹ്, നമ്മൾ എല്ലാ കാര്യത്തിനും സമയം കണ്ടെത്താറുണ്ട് അല്ലെ? നമ്മളെ ലൈഫിൽ നമ്മളെ എല്ലാവരുടെ കാര്യത്തിനും നമ്മളെ ഉത്തരവാദിത്തങ്ങൾ മുഴുവനും സമയം കണ്ടെത്താറുണ്ട്. എന്നാൽ അള്ളാഹുവിലേക്കുള്ള ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ നമ്മളെ ഈ നഫ്സിനോടുള്ള, നമ്മളെ റൂഹിനോടുള്ള, നമ്മളെ മനസ്സിന്, ശരീരത്തിന്, ഹൃദയത്തിന്, നമ്മളെ ജീവിതം തന്ന അള്ളാഹുവിനോടുള്ള ഉത്തരവാദിത്തങ്ങളാണ് നമ്മളെ ഹൃദയം അള്ളാഹുമായിട്ട് കണക്ഷൻ കിട്ടുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. ആ ഉത്തരവാദിത്തം ചെയ്യാറുണ്ടോ? നമുക്ക് വേണ്ടി നമ്മൾ സമയം കണ്ടെത്താറുണ്ടോ? നമ്മൾ ഖബറിൽ ഒറ്റയ്ക്കാവുമ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ സമ്പാദിച്ചു വെക്കാറുണ്ട്. ഇവിടെ നമ്മൾ ഓടി നടന്ന് ബാക്കി എല്ലാവരെ കാര്യം ചെയ്യുന്ന സമയത്ത് നമ്മൾ നമ്മളെ നഫ്സിനെ, നമ്മളെ മനസ്സിനെ നമ്മൾ ശ്രദ്ധിക്കാറുണ്ടോ? നമുക്ക് വേണ്ടി സമയം കണ്ടെത്താറുണ്ടോ? നമുക്കും അള്ളാഹ്ക്കും മാത്രമായിട്ട് അല്ലെ? നമ്മളൊക്കെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരാളുമായിട്ട് സ്വകാര്യ സംഭാഷണം നടത്തുന്ന സമയത്ത് കിട്ടുന്ന ആഹ്ലാദമൊന്നും നമുക്ക് വേറെ എവിടുന്നും കിട്ടൂല. നമ്മൾ കല്യാണം കഴിഞ്ഞ ഉടനെ നമ്മളെ ഭർത്താക്കന്മാരോട് അല്ലെങ്കിൽ പുയ്യാപ്പിളാരോട് സംസാരിക്കാൻ നമുക്ക് ഭയങ്കര ആഗ്രഹമായിരിക്കും, ഓലോപ്പം സമയം ചെലവഴിക്കാൻ. എന്താണ്? നമുക്ക് അതിൽ സന്തോഷം കണ്ടെത്തുന്നുണ്ട്, നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നുണ്ട് ആ സമയത്ത് അല്ലെ? അതിനേക്കാളും നമ്മളെ മക്കളെ കൂടെ സ്പെൻഡ് ചെയ്യാൻ, ടൈം സ്പെൻഡ് ചെയ്യാനും സംസാരിക്കാനൊക്കെ നമുക്ക് ആഗ്രഹമുള്ള എന്തുകൊണ്ടാ? അല്ലെങ്കിൽ അതിൽ സന്തോഷം കിട്ടുന്ന എന്തുകൊണ്ടാ? നമ്മൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. നിങ്ങൾ അറിയാത്ത ഒരാളെ, അല്ലെങ്കിൽ നിങ്ങൾ വലിയ സ്നേഹമൊന്നും കൊടുക്കാത്ത ഒരാളെ നിങ്ങളെ കൂടെ വന്നാല് നിങ്ങൾക്ക് എത്ര സമയം ഹാപ്പി ആയിട്ട് സന്തോഷത്തോടെ അവരുമായിട്ട് സമയം സ്പെൻഡ് ചെയ്യാൻ കഴിയും? നമുക്ക് വേഗം മടുക്കും ല്ലേ? അപ്പം നമ്മൾ ഇന്നു മുതൽ നമ്മളെ സ്നേഹിക്കുന്ന അള്ളാഹുമായിട്ട് സ്നേഹിക്കാം, അതിന് സമയം കണ്ടെത്താൻ ശ്രമിക്കാം. നമ്മുടെ ഉള്ളിലുള്ള വോയിസ് അല്ലെങ്കിൽ ശബ്ദമാണ് സത്യത്തില് ഉം നഫ്സ് എന്ന് പറയുന്നത്, നമ്മളെ മനസ്സ് എന്ന് പറയാം. പക്ഷെ അത് നമ്മളെ ഹൃദയവും അല്ല, നമ്മളെ ബ്രെയിനും അല്ല, അത് രണ്ടും അല്ലാത്ത നമ്മളെ മനസ്സെന്ന് പറഞ്ഞാൽ അത് വേറെ തന്നെയാണ്. ഓക്കെ. നമ്മളെ മനസ്സിന് മൂന്ന് അവസ്ഥകളുണ്ട്. ഒന്ന് ലവാമ, ഒന്ന് അമ്മാറ, അടുത്ത ലവാമ, അടുത്ത മുത്മയിന്ന. ഇതാണ് മെയിൻ ആയിട്ടുള്ള മൂന്നെണ്ണം. അല്ലാതെ അഞ്ച് ഏഴോളം ഉണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട മൂന്ന് അവസ്ഥകൾ ഇതാണ്. ഈ സമയത്ത് നമുക്ക് ഉം, ഏതാണ് നമ്മളെ നഫ്സിന്റെ അവസ്ഥ എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട് അല്ലെ? നമ്മളെ നഫ്സ് അമ്മാറയിലാണോ, ലവാമയിലാണോ, മുത്മയിന്നയിലാണോ എന്നൊക്കെ നമുക്ക് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതിന് ആദ്യം നമ്മുടെ ഉള്ളിലുള്ള വോയിസ് ഒന്ന് ചെക്ക് ചെയ്യണം. നമ്മളെ ഉള്ളിലുള്ള ഈ മനസ്സിനെ ഒന്ന് നോക്കണം, ഒന്ന് ശ്രദ്ധിക്കണം. എന്റെ മനസ്സ് എങ്ങോട്ടാ കൊണ്ടുപോണേ? നമ്മൾക്ക് ചില കാര്യത്തിൽ നമ്മളോട് ഇങ്ങനെ പേടിപ്പിക്കും. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്, എല്ലാവരും ചെയ്യുന്നുണ്ട്, എന്നാലും നമുക്കൊരു പേടി തോന്നും. അത് നമ്മളെ മനസ്സാണ് നമ്മളെ പേടിപ്പിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പം ഫോൺ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മളെ ഉള്ളില് "ആ, ഇത്ര വേണ്ടട്ടോ, ഇത് കൺട്രോൾ ചെയ്യണം, എനിക്ക് കൺട്രോൾ ചെയ്യണം" ഇങ്ങനെ പറയുന്ന ഒരു മനസ്സുണ്ടാവും. ഇത് തെറ്റാണ് തെറ്റാണ് എന്ന് പറയുന്നത്, ഇത് നമ്മുടെ മനസ്സാണ്. അതാണ് നമ്മളെ ഉള്ളിലുള്ള നെഫ്സ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നീ എന്താ ഇങ്ങനെ നോക്കിയാൽ മറ്റുള്ളവരൊക്കെ ഇങ്ങനെയാണല്ലോ അങ്ങനെയാണല്ലോ, ഈ രീതിയിൽ കമ്പാരിസൺ ചെയ്യുന്ന ഒരു സൗണ്ട് ഉണ്ടാവും നമ്മളുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ഒരു സംസാരം ഉണ്ടാവും നമ്മുടെ ഹൃദയത്തിൽ. അതാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത്. നെഫ്സ് അഥവാ മനസ്സെന്ന് പറയുന്നത്, നെഫ്സിന് മനസ്സെന്നും പറയുന്നുണ്ട്, ആത്മാവെന്നും പറയുന്നുണ്ട്. കേട്ടോ, എനിക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ അറിയില്ല, കാരണം റൂഹിനെ ആത്മാവായിട്ട് പറയുന്നുണ്ട്.
നഫ്സിനെയും ശുദ്ധാത്മാവായിട്ട് പറയുന്നുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് മനസ്സ് എന്നുള്ളതാണ് കറക്റ്റ് എന്നാണ്. അപ്പം ഈ നഫ്സ്, നഫ്സ് എന്ന വാക്കന്നെ ഉപയോഗിക്കാം. നഫ്സ് സത്യത്തിൽ ഒരു ചീത്ത കാര്യമല്ല, മറിച്ച് നഫ്സ് വേദന അനുഭവിച്ചതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. അള്ളാഹു പറയുന്നുണ്ട് നഫ്സിനെ ശുദ്ധമാക്കിയവൻ വിജയിക്കുമെന്ന്. ഒരു ചെറിയ പ്രാക്ടീസിലൂടെ നമുക്ക് അതിന് സാധിക്കും. അതിന് ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത് എനിക്ക് ഏത് സമയത്താണ് നഫ്സ് കൂടുതൽ സംസാരിക്കുന്നത് എന്നാണ്. നമ്മളോട് ഏത് സമയത്താണ് കൂടുതൽ സംസാരിക്കുന്നതെന്ന്. നമുക്ക് നമ്മുടെ മനസ്സിലെ വേദന ശാന്തമാക്കണം, അല്ലെ? നമ്മളെ ഇസ്ലാമില് വേദന മറക്കാനല്ല പറയുന്നത്, അള്ളാഹുവിനോട് പറയാനാണ് പറയുന്നത്. നമുക്ക് നമ്മളെ വേദനകൾ നമ്മളെ വേണ്ടപ്പെട്ടവരോട് പറഞ്ഞാല്, നമ്മൾ ചെറുതാകുമ്പോൾ നമുക്കുണ്ടാകുന്ന വേദനകൾ ഉമ്മാരോട് പറഞ്ഞാൽ അതോടെ തീരില്ല. രണ്ട് ഊത് ഊതിയാല് ഔ സാരമില്ല, ഷുഫു ഷുഫു എന്ന് ഊതിയൊക്കെ കഴിഞ്ഞാലും ഒക്കെ സമാധാനമായി. മക്കളെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതുപോലെ നമ്മളെ ഇമ്മമാരിക്കാളും 69 70 എത്തി കാരനെയുള്ള നമ്മളെ സൃഷ്ടാവിന്റെ അടുത്തേക്ക് നമ്മൾ പോയിട്ട് നമ്മളെ വേദനകൾ പറയുന്ന സമയത്ത് അള്ളാഹു നമ്മളോട് എന്താവും പറയണ്ടാവുക? അള്ളാഹു ഒരിക്കലും ആ നീ അവിടെ നിന്ന് വേദനിച്ചു അതിനിപ്പോ എനിക്ക് എന്ത് വേണമെന്ന് പറയില്ലല്ലോ. അള്ളാഹു കാരുണ്യവാനാണ്, അള്ളാഹു കേൾക്കും. എന്നിട്ട് നമുക്ക് ഓക്കെ സാരമില്ല, നിനക്ക് ഇതിനുള്ള പ്രതിഫലം കിട്ടുന്നുണ്ട്, ഞാൻ നീ ഇപ്പം അനുഭവിക്കുന്നതിനേക്കാളും നല്ല ഒരു അവസരം നെക്സ്റ്റ് ആയിട്ട് തരുന്നുണ്ട്. ഇതൊക്കെ അള്ളാഹു ഖുറാനിൽ നമ്മളോട് പറഞ്ഞതാണ്. നമ്മൾ അനുഭവിക്കുന്ന വേദനകൾക്ക് പ്രതിഫലവും കിട്ടും, കൂടെ അതിന്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിനേക്കാൾ ബെസ്റ്റ് ആണ് ആണല്ല. അത് അള്ളാഹു നമ്മളോട് പറയും. അപ്പം നമ്മളെ ഉള്ളിൽ വരുന്ന വേദനകളൊക്കെ ആളുകളോട് പറയുന്നത് നിർത്തിയിട്ട് അള്ളാഹുവിനോട് സാവധാനം പറയാം. അള്ളാഹുവെ എനിക്ക് കഷ്ടാണ്, എന്നെ സഹായിക്കണേ, എനിക്ക് എന്റെ മനസ്സിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ചിന്തകളുണ്ട്, അല്ലെങ്കിൽ എന്റെ ശരീരത്തിന് ഇങ്ങനെ ഇങ്ങനെയുള്ള വിഷമങ്ങളുണ്ട്, നീ എന്നെ രക്ഷപ്പെടുത്തി തരണേ. ഈ രീതിയിൽ നമ്മൾ സംസാരിക്കും ഇൻഷാ അള്ളാ. അള്ളാഹുവായിട്ടുള്ള സംസാരം നമ്മളെ ജീവിതത്തെ ഒരുപാട് മാറ്റിമറിക്കും. അത് ഒരു ദ്വാ ആവണമെന്നില്ല. നമ്മളെല്ലാ കാര്യം നമ്മളൊരു ഫ്രണ്ടിനോട് പറയുന്ന പോലെ നമ്മളെ ജീവിതത്തിലെ മുഴുവൻ കാര്യങ്ങളും അള്ളാഹുവിനോട് പറയാം. കാരണം അള്ളാഹു നമ്മളെ ഹൃദയം കാണുന്നുണ്ട്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താണെന്ന് നമ്മളെ ഹൃദയം കൊണ്ട് അനുഭവിച്ചതും നമ്മളെ ഹൃദയത്തിൽ എന്താണെന്നും ഒക്കെ അള്ളാഹു കണ്ടുകൊണ്ടാണ് കേൾക്കുന്നത്, അല്ലേ? നേരെ മറിച്ച് ഒരു ഫ്രണ്ട് ആണെങ്കിൽ നിങ്ങൾ പറയുന്ന വാക്കുകളെ കൊണ്ട് മാത്രം മനസ്സിലാക്കിയെടുക്കുള്ളൂ. പിന്നെ എന്ന് വെച്ചാല് ആളുകൾക്ക് അതിന് ഉം, ഒരു സൊല്യൂഷനും തരാൻ കഴിയില്ല. കാരണം അള്ളാഹ്ക്ക് മാത്രമാണ് ആ വേദന മാറ്റി തരാൻ കഴിയുള്ളൂ. അള്ളാഹ് മാറ്റി തരുന്ന ആളെ അടുത്താണ് നമ്മൾ കൊടുക്കേണ്ടത്. നമ്മൾ പലപ്പോഴും ഡോക്ടർമാരെ അടുത്ത് കണ്ടാല് കണ്ടാൽ മതി എന്റെ അസുഖം മാറുന്നറിയും. കാരണം നമ്മളെ ചിന്ത ആ ഡോക്ടറെ അടുത്ത് പോയാല് ഡോക്ടർ മാറ്റി തരുന്നുള്ളതാണ്. അതെ, അതിനേക്കാളും എത്രയോ കഴിവുറ്റ അള്ളാഹു ആണ് നമുക്ക് മാറ്റി തരുന്നത്. അപ്പൊ അള്ളാഹുവിനോട് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ എല്ലാ വേദനകളും വിഷമങ്ങളും മാറും എന്നുള്ളത് ആദ്യം വിശ്വസിക്കുക, മനസ്സിലാക്കുക. അതുപോലെ നമ്മൾ തവക്കല് വിട്ടുകൊടുക്കുക. തവക്കൽ എന്നത് ഞാൻ ശ്രമിക്കും, അള്ളാഹുവിന് ഫലം വിടും. തവക്കൽ എന്ന് പറഞ്ഞത് ഒരിക്കലും ഞാൻ ചെയ്യാതെ എല്ലാം ദുആ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നിങ്ങളെ ഒട്ടകത്തെ കെട്ടിയിടുക എന്നിട്ട് അള്ളാഹുവിനോട് ദുആ ചെയ്യാന്ന്. ഈ രീതിയിലാണ് നമ്മളെ തവക്കൽ വേണ്ടത്. ഏത് രീതിയിലെന്ന് വെച്ചാൽ നമ്മളെ നിയ്യത്ത് നന്നാക്കുക. നമ്മളെ പ്രവർത്തനം ശരിയാവണമെങ്കിൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്നാണ്. നമ്മളെ നിയ്യത്ത് നന്നായാലാണ്, നിയ്യത്തിൽ നിന്നാണ് പ്രവർത്തനം തുടങ്ങുന്നത്. അപ്പം നമ്മളെ നിയ്യത്ത് അള്ളാഹുവിനാക്കി മാറ്റാം. അള്ളാഹുവെ ഞാൻ നിന്റെ പ്രീതിക്ക് വേണ്ടിയിട്ട് ഈ കാര്യം ചെയ്യുന്നുണ്ട്, അപ്പൊ അള്ളാഹുവിനായി മാറി. പിന്നീട് നമ്മൾ പ്രവർത്തിച്ചിട്ട് കഴിഞ്ഞിട്ട് അള്ളാഹുവെ ഇതിന്റെ റിസൾട്ട് നീ നന്നാക്കി തരണേ, ഞാൻ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, നീ അത് നല്ല രീതിയിലേക്ക് എത്തിച്ചു തരണേ എന്നുള്ള രീതിയിൽ നമ്മൾ അള്ളാഹുവിലേക്ക് ഫലം അള്ളാഹുവിന് വിടുക. അള്ളാഹ് അല്ലാതെ എല്ലാതും നമ്മൾ തന്നെ, നമ്മളെ ഉദ്ദേശം നമുക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതും നമുക്ക് വേണ്ടിയിട്ട് ഇതിന്റെ ഫലം ഞാൻ തന്നെ ഉണ്ടാക്കും എന്നുള്ള കാര്യം വരുമ്പോഴാണ് നമുക്ക് അവിടെ റിസൾട്ട് ഇല്ലാതാവുന്നത്. കാരണം റിസൾട്ട് ഒക്കെ ആരുടെ അടുത്താണ്? അള്ളാഹുവിന്റെ അടുത്താണ്. നമ്മളെല്ലാതും കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കുമ്പോൾ നമ്മളെ ഹൃദയം ടയേർഡ് ആവും, നമ്മളെ ഹൃദയം ക്ഷീണിക്കും. നമ്മള് മെല്ലെ പറയാം, അള്ളാഹുവെ ഞാൻ പിടിച്ചിരിക്കുന്നതൊക്കെ വിടാണ്, നീ തീരുമാനിക്കണേ, നീ നല്ല ഫലം തരണേ. ഈ രീതിയിൽ നമ്മൾ അള്ളാഹുവിലേക്ക് തവക്കൽ ചെയ്യുക. എല്ലാ കാര്യങ്ങളും നമ്മളെ ലൈഫിൽ ഒന്നും നമ്മൾ കൈ പിടിക്കേണ്ട, ഒന്നും നമ്മളെ മനസ്സിൽ വെക്കണ്ട,
നിങ്ങളിപ്പോ ദരിദ്രനാണോ? കുഴപ്പമില്ല, അള്ളാഹുവേ ഞാൻ ഇപ്പൊ ദാരിദ്ര്യത്തിലാണ്, പക്ഷെ ഞാൻ ഈ ഒരു അവസ്ഥ നിന്നിലേക്ക് തരണേ. നീ എന്റെ അവസ്ഥേനെ മാറ്റി തരണേ. എന്നെ നേർവഴി കാണിക്കണേ. എനിക്ക് ഉം റിസ്ക് കിട്ടാനുള്ള വഴികൾ കാണിക്കണേ. ഞാനിപ്പം അസുഖത്തിലാണ്. അള്ളാഹു എനിക്ക് ഇതിന് പ്രതിഫലം തരണേ. ഇതിനേക്കാളും നല്ല അവസ്ഥയിൽ എന്നെ മാറ്റി തരണേ. എനിക്കിത് സ്വർഗത്തേക്ക് പോകാനുള്ള ഒരു വഴിയാവണേ. അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കളില്ല. ഓക്കെ അള്ളാഹു, എനിക്കിപ്പോ മക്കളില്ലാത്ത അവസ്ഥയാണ്. എനിക്ക് മക്കളുണ്ടാവുന്നത് എന്നെ നന്മ എന്നുണ്ടെങ്കിൽ എനിക്ക് മക്കളെ തരണേ റബ്ബേ. എനിക്ക് സന്താനത്തിൽ വർഷത്തിന് തരണേ. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ കടം കൊണ്ട് പ്രശ്നത്തിലാണ്. അള്ളാഹു, എനിക്ക് ഇത്രയും തോനെ കടങ്ങളുണ്ട്, എങ്ങനെ വീട്ടണമെന്ന് അറിയില്ല, നീ വഴി കാണിച്ചു തരണേ. എന്നിട്ട് നമ്മൾ പ്രവർത്തിച്ചു തുടങ്ങുക. ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം അള്ളാഹുവെ, ഞാൻ ഈ പ്രവർത്തിക്കുന്നത് മുഴുവനും നിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ്, നിന്റെ പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവെ, ഈ ഒരു പ്രവർത്തനങ്ങൾ നീ സ്വീകരിക്കണേ. ഇതിന്റെ ഫലം നല്ല രീതിയിലാക്കി തരണേ. ഇതിന്റെ കടങ്ങൾ വീട്ടി തരണേ. അള്ളാഹുവിനെ ഏൽപ്പിക്കാം മുഴുവൻ കാര്യങ്ങൾ, ഒന്നും കയ്യിൽ വെക്കണ്ട. നമുക്ക് എന്താ ഉള്ളത്? നമുക്ക് നമ്മളെ സംരക്ഷിക്കാനുള്ള കഴിവ് പോലുമില്ല, പിന്നെ എന്താണ് നമ്മളെ കയ്യിൽ പിടിച്ചു നിന്നിട്ട് കാര്യം? കട ഞാൻ വീട്ടിക്കോളാം, കഴിയൂല. അള്ള വിചാരിച്ചാലല്ലാതെ നമ്മളെ കടങ്ങൾ വിടാൻ കഴിയൂല. അള്ള വിചാരിച്ചാലല്ലാതെ നമ്മളെ ഈ അവസ്ഥയിൽ നിന്ന് ഒരു സ്റ്റെപ്പ് പോലും മാറ്റാൻ കഴിയില്ല. അള്ള വിചാരിച്ചാലല്ലാതെ ഈ സ്റ്റെപ്പ്, നമ്മളെ ഈ അവസ്ഥയിൽ നിന്ന് താഴേക്ക് പോകുന്നതിനെ പിടിച്ചു വെക്കാൻ പോലും നമുക്ക് കഴിയില്ല. അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ഓ, ഒന്ന് ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിനെ വിടാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും പേടിക്കുന്ന കാര്യം എന്താണ്? ചിന്തിക്കാം. ഞാൻ അള്ളാഹുവിനെ വിട്ടു കൊടുക്കാതെ ഇപ്പോഴും എന്റെ മനസ്സിന്റെ ഉള്ളിൽ ഓക്കെ ഇത് ഞാൻ ചെയ്താൽ ശരിയാവും, അല്ലെങ്കിൽ ഞാൻ ചെയ്തോളാന്ന് പറഞ്ഞിട്ട് ഞാൻ ഏറ്റെടുത്തിട്ടുള്ള ഉത്തരവാദിത്തം എന്താണെന്നൊന്ന് ചിന്തിച്ചു നോക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഇന്ന് തന്നെ തെറ്റായി പോയി എന്ന് അള്ളാഹുവിനോട് ദുആ ചെയ്ത് മാപ്പ് ചെയ്തുകൊണ്ട് അള്ളാഹുവിൽ തന്നെ തവക്കൽ കൊടുക്കും. അള്ളാഹുവിന് തവക്കൽ കൊടുക്കുന്ന സമയത്ത് നമ്മളെ ഹൃദയം ക്ലീൻ ആവാണ്. നമ്മളെ ഹൃദയത്തിൽ അത് വെക്കണ്ട. കാരണം നമുക്ക് ഈ ഹൃദയത്തിൽ മുഴുവനും അള്ളാന്റെ വെളിച്ചം കയറ്റാനുള്ളതാണ്, അല്ലേ? നമുക്ക് ഓരോ ദിവസം ഓരോ വിഷമങ്ങൾ ഉണ്ടാവും, രോഗങ്ങൾ ഉണ്ടാവും, നമ്മളെ ചുറ്റുവട്ടത്തുള്ളവർക്ക് ഫാമിലിയിലുള്ളവർക്ക് വിഷമങ്ങൾ വരുന്നുണ്ടാവും, പോകുന്നുണ്ടാവും, ഇങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷേ അതൊന്നും നമ്മളെ ഹൃദയത്തിലല്ല വെക്കേണ്ടത്. അതൊക്കെ അള്ളാന്റെ കയ്യിൽ അങ്ങനെ കൊടുക്കുക. അള്ളാഹ്ക്ക് എത്രയും സൂക്ഷിക്കാനുള്ള ഇടം അവിടെ ഉണ്ട്. നമ്മളെ ഹൃദയത്തിൽ അത്ര ഒന്നും സ്ഥലമില്ല. നമ്മളെ ഹൃദയത്തിൽ ആകെ അള്ളാന്റെ വെളിച്ചം കയറാനുള്ള സ്ഥലമേ ഉള്ളൂ. നമ്മൾ എന്തിനാണ് അള്ളാന്റെ വെളിച്ചം കയറാനുള്ള ആ ഇടത്തിലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് അള്ളാഹുവിന്റെ വെളിച്ചവും കയറാതെ വിഷമിച്ച് പ്രയാസപ്പെട്ട് നമ്മളെ റൂഹും പ്രയാസപ്പെട്ട് ജീവിക്കുന്നേ? നമുക്ക് സ്വർഗത്തിൽ എത്തണമെങ്കിൽ അള്ളാഹു പറഞ്ഞിട്ടില്ലേ നമ്മളെ മുത്മയിനയിലേക്ക് എത്തിക്കണമെന്ന്? അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അടുത്തതായിട്ട് ഒരു ഫന എന്നുള്ള ഒരു അവസ്ഥ. ഇത് നമ്മുടെ ഈഗോ മാറ്റുന്ന ഒരു കാര്യമാണ്. ഫന എന്നുള്ളത് ഞാനെന്നുള്ള ഭാവം മാറ്റിയിട്ട് അള്ളാഹുവാണ് ഏറ്റവും വലുത് എന്ന് മനസ്സിലാക്കുന്ന ഒരവസ്ഥ. അതാണ് ഫന എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. സത്യത്തില് നമ്മുടെ ഉള്ളിലൊരു ഞാനുണ്ട്, അല്ലെ? നമ്മളെല്ലാവരും ഉള്ളിലുണ്ട്. അതുകൊണ്ടാണ് നമുക്ക് പരാതികൾ വരുന്നത്. അള്ളാഹുവേ, ഞാൻ അവിടെ ഉണ്ടായിട്ട് ഓൻ എന്നോട് ആ കാര്യം പറഞ്ഞില്ല, ഓൻ പോകുമ്പോ എന്നോട് ഒരു വാക്ക് പറഞ്ഞില്ല, ഓൾ അത് ഓൻക്ക് വാങ്ങി, അവക്ക് വാങ്ങി കൊടുത്തു, എനിക്ക് വാങ്ങി തന്നില്ല. നമ്മള് മറ്റുള്ളവരുടെ ഇടയിൽ ഓ ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിയിൽ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കാം, അല്ലെ? അത് ഒഴിവാക്കിയിട്ട് ഞാനൊന്നുമല്ല, ഞാൻ അള്ളാഹുവിന്റെ അടിമ മാത്രമാണ്, എനിക്ക് അള്ളാഹുവിന്റെ ഇടയിൽ വില ഉണ്ടായാൽ മതി, ഇൻസിന്റെ ഇടയിൽ വില ഉണ്ടാവണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. കാരണം ഞാൻ സ്വർഗത്തിലേക്ക് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്, അല്ലെ? ഞാൻ എന്ന അഹങ്കാരം ഇല്ലാതായിട്ട് അള്ളാഹുവിന്റെ ഇഷ്ടം മാത്രം മുൻപന്തിയിൽ വരുന്ന ആ ഒരു അവസ്ഥയാണ് ഫന എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിൽ നിന്നാണ് ആ ഫന എന്ന ഭാവം വരേണ്ടത്. ഞാൻ എന്ന ഭാവം കുറഞ്ഞിട്ട് അള്ളാഹുവിന് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണോ? ഒരു ഭക്ഷണം കഴിക്കുമ്പോൾ ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണോ? ഓക്കെ അൽഹംദുലില്ലാ, അള്ളാഹുവിന് എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്റെ മുന്നിൽ എത്തിച്ചെന്നതിന് അൽഹംദുലില്ലാ. ഒരു വസ്ത്രം ധരിക്കുമ്പോൾ ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമുള്ളതാണോ? നമ്മൾ സംസാരിക്കുമ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട വാക്കുകൾ തന്നെയാണോ ഞാൻ പറയുന്നത്? നമ്മളൊരു ബന്ധത്തിലേക്ക് പോകുമ്പം ഇത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട ബന്ധമാവോ? ഈ രീതിയിൽ ഇതുവരെ നമ്മൾ ജീവിച്ചിട്ടുണ്ടാവുക നമ്മളെ ഇന്റെ വില, ഇന്റെ അവകാശം, ഇന്റെ ഇഷ്ടം,
അല്ലേ? എല്ലാതും എന്റെ എന്നുള്ള രീതിയിലായിരിക്കും. അതിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഇനി ചിന്തിക്കുന്നത് അള്ളാഹുവാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്ന ബോധം വരും. ഉദാഹരണം, നിങ്ങൾ ആരെങ്കിലും കുറ്റപ്പെടുത്തിയാലേ ആദ്യം ദേഷ്യം വരും. എനിക്കൊക്കെ ഉണ്ടായിരുന്നു, ദേഷ്യം വരും, കോപം വരും, അല്ലെങ്കിൽ സ്പോട്ടിൽ മറുപടി കൊടുക്കണം. അത് കൊടുത്തില്ലെങ്കിൽ നമുക്കാകെ, അല്ലേ? അത് കൊടുക്കായിരുന്നു, അതിന് ഇങ്ങനെ മറുപടി പറഞ്ഞാ മതിയായിരുന്നു, എന്നെ കളിയാക്കിയപ്പോ ഞാൻ മിണ്ടാതെന്നല്ലോ. ആകെ ബുദ്ധിമുട്ടാണ്, മാസങ്ങളോളം വേണമെങ്കിൽ അത് ചിന്തിച്ച് നടക്കും, ഒരു മാനക്കേടായിട്ട്. പക്ഷെ നമ്മളെ ഫന എന്ന ഭാവത്തിലേക്ക്, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മളെ നഫ്സിനെ, നമ്മളെ മനസ്സിനെ എത്തിക്കുന്ന സമയത്ത് ആരെങ്കിലും നമ്മളെ കളിയാക്കുകയാണെങ്കിലും, നമ്മളെ ചീത്ത പറയുകയാണെങ്കിലും, നമ്മളോട് ചീത്ത രീതിയിൽ പെരുമാറുകയാണെങ്കിലും, നമ്മൾ അവിടുന്ന് ഓക്കെ, അള്ളാഹു കാണുന്നുണ്ട്, എനിക്കത് മതി, അള്ളാഹു അറിയുന്നുണ്ടല്ലോ, എല്ലാം അള്ളാഹു അറിയുന്നുണ്ടല്ലോ, കുഴപ്പമില്ല. ഈ രീതിയിലേക്ക് നമ്മളെ ചിന്തകൾ മാറും. നമ്മൾ ആര് ഉം, അവഗണിച്ചാലും, ആര് ചീത്ത പറഞ്ഞാലും, ആര് എന്തൊക്കെ ചെയ്താലും അതൊക്കെ എന്താണ് നമുക്ക് പ്രതിഫലമായിട്ട് വരും. കൂടെ അള്ളാഹു അത് ഏറ്റെടുക്കും. ഓക്കെ, ഇവന് ഇങ്ങനെ വിഷമിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എത്ര ആളുകളുടെ ചീത്തയും അവഗണനയും എന്തൊക്കെ കാര്യങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന് പ്രതികാരം ചെയ്യാനാണ് പോയത്? അല്ല. അത്ര ഒന്നും നമ്മൾ അനുഭവിക്കുന്നില്ല അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ചരിത്രം വായിക്കുന്ന സമയത്ത് ഭക്ഷണം കിട്ടാതെ ഒരു കൊട്ടാരത്തില്, കൊട്ടാര സമാനമായ വീട്ടില് താമസിക്കേണ്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിദായത്തിന് വേണ്ടി നേർമാർഗത്തിലേക്ക് ഇറങ്ങിയപ്പം അള്ളാഹു പല രീതിയിൽ പരുവപ്പെടുത്തിയെടുക്കുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമനെ, അല്ലെ? പരീക്ഷിക്കുന്നുണ്ട് പല രീതിയിൽ. ദാരിദ്ര്യം കൊണ്ടുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ മക്കള് മരിച്ചിട്ടുണ്ട്, ഇങ്ങനെ പല രീതിയിലുണ്ട്. എന്നാല് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ എളാപ്പന്റെ ഹൃദയം കീറി മുറിച്ച്, അല്ല, നെഞ്ഞ് കീറി മുറിച്ച് അതിൻ്റെ ഉള്ളിൽ നിന്ന് കരള് പറിച്ചെടുത്ത് ചവച്ച് തുപ്പിയ ഹിന്ദ് എന്ന സ്ത്രീക്ക് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുത്തിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അതില് കൊന്ന ഉഹദ് യുദ്ധത്തിലും ബദർ യുദ്ധത്തിലൊക്കെ ശത്രുപക്ഷത്തായിരുന്ന സഹാബാക്കൾക്ക് പിന്നീട് ഉം, ഇസ്ലാം സ്വീകരിച്ചതിന്റെ ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോടൊന്നും പ്രതികാരം ചെയ്യല്ല ചെയ്തത്, അവർക്കൊക്കെ മാപ്പ് കൊടുക്കുക ചെയ്തത്, അല്ലേ? സുബ്ഹാനല്ലാഹ്. അപ്പം ആ സമയത്തൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ്, ഓക്കെ, കുഴപ്പമില്ല, ഇത് അള്ളാഹു കാണുന്നുണ്ട്, നമുക്കിത് അനുഗ്രഹമാണ്, അള്ളാഹു നമുക്ക് ഇതിന് പ്രതിഫലം തരും, ഈ ചിന്തയിലാണ് മുന്നോട്ട് പോയത്. അതേപോലെ നമുക്കും പോവാൻ കഴിയണം. ഇനി മുതൽ നമ്മൾ ആര് എന്ത് കുറ്റപ്പെടുത്തിയാലും, ആര് എന്ത് അവഗണിച്ചാലും നമുക്ക് കുഴപ്പമില്ല. കാരണം നമ്മൾ ചിന്തിക്കാം, ഓക്കെ, അള്ളാഹുവിന്റെ മുന്നിൽ എനിക്ക് വില ഉണ്ട്, അള്ളാഹു എല്ലാം കാണുന്നുണ്ട്. ഇതിപ്പം കുറച്ച് ദിവസത്തിന് അല്ലെങ്കിൽ കുറച്ച് കാലത്തിന് മാത്രമുള്ളതാ ഇവിടെ ഉള്ള ജീവിതം. അത് കഴിഞ്ഞാല് ഞാൻ സ്വർഗത്തിലേക്കുള്ളതാണ്, അൽഹംദുലില്ലാ. അപ്പൊ അള്ളാഹു എനിക്ക് പ്രതിഫലം കൂടുതൽ തരും. എന്നെ പരുവപ്പെടുത്തിയെടുക്കാനുള്ള പരീക്ഷണം മാത്രമാണ് ഈ അവസ്ഥകളൊക്കെ. ഇതൊക്കെ നമ്മളെ മൈൻഡിലേക്ക് വരാൻ തുടങ്ങും നമ്മൾ ഫന എന്നുള്ള അവസ്ഥയിലെത്തുമ്പോൾ. ഫന നമ്മളെ മനസ്സിലേക്ക് കയറുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം മാറുന്നേ. എന്തിനാണ് ചെയ്യുന്നതെന്നാണ് മാറുന്നേ. ഇപ്പം നമ്മൾ ഓരോ കാര്യങ്ങളും, ഇപ്പം നമ്മൾ വസ്ത്രം ധരിച്ചിരിക്കുന്നത് അതന്നെ എക്സാമ്പിൾ ആയിട്ട് എടുക്കുക. ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ആയിരിക്കും മുമ്പ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇനി ചെയ്യാൻ തുടങ്ങിയ അള്ളാഹുവിനായിട്ട്, അള്ളാഹിന്റെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമ്മൾ വസ്ത്രം ധരിക്കാൻ തുടങ്ങും. നമ്മൾ അള്ളാഹിന്റെ ഇഷ്ടത്തിന് വേണ്ടി ഭക്ഷണം കഴിക്കാൻ തുടങ്ങും. ഈ രീതിയിലാണ് നമ്മൾ ഫന എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിച്ചേരുന്നത്. അതേപോലെ ഞാനിപ്പോ ഒരു ക്ലാസ് എടുക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങളെ ലൈക്കും നിങ്ങളെ കമന്റും നിങ്ങളെ പ്രശംസയും ഒക്കെയാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് ഇഹലോകത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. നേരെ മറിച്ച് അതൊന്നും ഇല്ലെങ്കിലും പ്രശ്നമില്ല, അള്ളാഹു കാണുന്നുണ്ട്, ഇതൊരു ദാവത്തായിട്ട് അള്ളാഹു സ്വീകരിക്കുന്നുണ്ട്, സ്വീകരിക്കുമാറാകട്ടെ, ഈ ഒരു നിയത്തില് നിങ്ങൾ ഈ ലൈക്ക് ചെയ്താലും ഇല്ലെങ്കിലും, അല്ലെങ്കിൽ കമന്റ് ചെയ്താലും ഇല്ലെങ്കിലും, നിങ്ങളെ പ്രശംസ കിട്ടിയാലും ഇല്ലെങ്കിലും, ഇത് അള്ളാഹുവിന്റെ അടുത്ത് പുണ്യമുള്ള ഒരു കാര്യമാണ്, അതുകൊണ്ട് ഞാൻ ക്ലാസ് എടുക്കുന്നു എന്ന നിയത്തോടു കൂടി ഞാൻ ക്ലാസ് എടുക്കുകയാണെന്ന് വെച്ചാൽ അത് അള്ളാഹുവിലേക്കായി. രണ്ടിന്റെയും വ്യത്യാസം. അപ്പൊ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയെല്ലാം നമ്മുടെ നീയത്താണ് അവിടെ മാറുന്നത്. ഇതുപോലെ
ഉം, നമുക്ക് ആഗ്രഹമില്ലാത്ത ഒരു നഫ്സൊന്നും ആയി മാറലല്ല ഫന എന്ന് പറയുന്നത്. നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവും, പക്ഷെ ആ ആഗ്രഹങ്ങൾക്ക് അടിമയാവൂല. ഇപ്പം ലോകത്തുള്ള സുഖങ്ങളൊക്കെ കാണുമ്പം നല്ല വീട്, നല്ല കാറ്, നല്ല വസ്ത്രം, നല്ല ഭക്ഷണം, ഇതൊക്കെ കാണുമ്പോൾ ഓക്കെ നമുക്കും ഇങ്ങനെയൊക്കെ വേണം. ഓക്കെ അൽഹംദുലില്ലാ മാഷാ അല്ലാ അത് നല്ലതാണല്ലോ, എന്റെ കുടുംബത്തിന് ഇങ്ങനെയൊക്കെ കിട്ടിയിരുന്നെങ്കിൽ, ഇങ്ങനെ ആഗ്രഹിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. പക്ഷെ അത് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഹറാമായ രീതിയിലേക്ക് പോവില്ല. അത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ലല്ലോ. അള്ളാഹു എനിക്കിത് ഹലാലായ രീതിയിലേക്ക് എത്തിച്ചു തരണേ, ഈ രീതിയിലായിരിക്കും നമ്മൾ ആഗ്രഹിക്കുക. സുബ്ഹാനല്ലാഹ്. അപ്പം ചില ആഗ്രഹങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. മറ്റുള്ളവർക്ക് കിട്ടുന്ന പല കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടാവില്ല. അപ്പം നമ്മൾ വിഷമിക്കുന്നതിന് പകരം ഓക്കെ ഇതല്ല എന്റെ സന്തോഷം, എന്റെ സന്തോഷം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തലാണ്, അള്ളാഹുവായിട്ടുള്ള കണക്ഷനാണ് എന്റെ സന്തോഷം, ബാക്കിയുള്ളത് കിട്ടിയാൽ അൽഹംദുലില്ലാ, കിട്ടിയില്ലെങ്കിൽ ഓക്കെ, ഈ രീതിയിലേക്ക് നമ്മളെ മനസ്സ് മാറും. അതുപോലെ നമ്മളെ നിയന്ത്രണത്തിൽ വെച്ചിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും. നീ അങ്ങോട്ട് പോലെ, നീ ഇങ്ങോട്ട് പോലെ, നമ്മളെ വിചാരം നമ്മളെ മക്കളെ നമ്മളാണ് സംരക്ഷിക്കുന്നതെന്നാണ്. സത്യത്തിൽ നമ്മളെ സംരക്ഷിക്കാൻ പോലും നമുക്ക് കഴിവില്ല. പിന്നെ നമ്മളെങ്ങനെ നമ്മളെ മക്കളെ സംരക്ഷിക്കുന്നേ? അല്ലേ? നമ്മളെ സംരക്ഷിക്കും, ഓക്കെ, സംരക്ഷിക്കുക അള്ളാഹുവിൽ ആദ്യം തവക്കൽ ചെയ്തിട്ട്, അല്ലേ? അല്ലാന്നുണ്ടെങ്കിൽ ഈ കുട്ടികളെ കയ്യും പൊട്ടിയിട്ടും കാല് പൊട്ടിയിട്ടും അല്ലെങ്കിൽ പനി വരാൻ പാടില്ല, ജലദോഷം വരാൻ പാടില്ല, നമ്മളാണ് സംരക്ഷിക്കുന്നത് വെച്ചാല് നമ്മളതൊക്കെ വരാതെ കാത്തു സൂക്ഷിക്കാൻ നമുക്ക് കഴിയണ്ടേ? അങ്ങനെ കഴിയുന്നുണ്ടോ? ഇല്ല. അപ്പൊ ആരാ സംരക്ഷിക്കുന്നത്? ഇതിലൊക്കെ ആരാണ് ഉത്തരവാദി? അള്ളാഹുവാണ്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റാ തവക്കൽത്തു അലല്ലാഹ്. എന്റെ കുടുംബത്തിന്റെ ഭരമേൽപ്പിക്കുന്ന ആരാണ്? അള്ളാഹുവിനെയാണ്. എന്റെ സ്വത്തുക്കളെ ഭരമേൽപ്പിക്കുന്ന, സ്വത്ത് കാത്തു സൂക്ഷിക്കുന്ന ആരാ? അള്ളാഹുവാണ്. എന്റെ ഈമാനിനെ കാത്തു സൂക്ഷിക്കുന്ന ആരാ? അള്ളാഹുവാണ്. എന്റെ ഹിദായത്തിനെ, നേർമാർഗത്തെ കാത്തു സൂക്ഷിക്കുന്ന ആരാ? അള്ളാഹുവാണ്. ഇങ്ങനെ ഒന്നും എന്റെ കയ്യിലല്ല. ഇൻഷാ അള്ളാ അള്ളാഹു ഉദ്ദേശിച്ചാൽ നടക്കും. ആഗ്രഹമുണ്ട്, നഫ്സിന് ആഗ്രഹമുണ്ട്. ഇൻഷാ അള്ളാ ഞാൻ അള്ളാഹു ഉദ്ദേശിച്ചാൽ നടക്കും. അള്ളാഹു ഉദ്ദേശിച്ചാൽ നടക്കണമെങ്കിൽ അള്ളാഹു ഉദ്ദേശിക്കും ഞാൻ നീ ഇന്ന പ്രവർത്തികൾ ചെയ്യുന്നുള്ളത്, അല്ലേ? അല്ലെങ്കിൽ ഓക്കെ അള്ളാഹു എനിക്ക് ഈ പ്രവൃത്തി ചെയ്യാനുള്ള കഴിവിനെ തരണേ, അള്ളാഹുവെ ആമീൻ, ദുആവോട് കൂടി തുടങ്ങുക, നിയത്തോട് കൂടി തുടങ്ങുക, എന്നിട്ട് ചെയ്യാ, അള്ളാഹു ഇതിന്റെ ഫലം നന്നാക്കി തരണേ, ഒരു ദുആവോട് കൂടി അവസാനിപ്പിക്കാം, ഫലം അള്ളാഹുവിന് വിട്ടുകൊടുക്കുക. നമുക്ക് പ്ലാൻ ചെയ്യാനൊക്കെ അധികാരമുണ്ട്, അതിനൊന്നും കുഴപ്പമില്ല. ഓക്കെ, ഈ എനിക്കിപ്പം 10 സൂറത്ത് ഓതണം എന്നുണ്ടെങ്കിൽ ഓക്കെ ഇന്നൊരു സൂറത്ത്, നാളെ ഒരു സൂറത്ത്, മറ്റന്നാൾ ഒരു സൂറത്ത്, ഇങ്ങനെ ഓരോ സൂറത്ത് ഓരോ ദിവസം ഓതിയാ 10 സൂറത്താവും. ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷേ ഞാൻ ഈ 10 സൂറത്ത് ഓതും എന്ന് ഉറപ്പില്ല. അപ്പം അള്ളാഹുവിനോട് പറയാം, അള്ളാഹുവെ ഞാൻ ഇങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്, നീ ഇതൊക്കെ സാധിപ്പിച്ചു തരണേ, എന്നിട്ട് എനിക്ക് ഈ 10 സൂറത്തും ഓതാനുള്ള ക്ഷമയും കഴിവിനെയും തൗഫീക്കിനൊക്കെ നൽകണേ. അവിടെ നമ്മളെ ശ്രമം അള്ളാഹുവിൽ ഏൽപ്പിക്കലുമായി. ഈ രീതിയിലാവണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും. നമ്മൾ ചിലപ്പം പ്ലാൻ ചെയ്തിട്ട് ആ പദ്ധതികൾ പാളും. ഇപ്പം സു- ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള വിഷയമാണ് ഞാൻ പറയുന്നത്. ഞാനിപ്പോ ഒരു 10 സൂറത്ത് ഓതാൻ പ്ലാൻ ചെയ്ത് ഓരോ ദിവസം ഓരോന്ന്, അപ്പം 10 ദിവസം കൊണ്ട് സുഖമായിട്ട് 10 സൂറത്ത് ഓതി തീർക്കാം. പക്ഷേ നമ്മളെ അള്ളാഹുവിൽ ഏൽപ്പിച്ചില്ലെങ്കിൽ ആ പദ്ധതി വാളും. നമുക്ക് അതിന്റെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ സൂറത്ത് ഓതാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. 10ാമത്തെ ദിവസം നമ്മൾ 2ാമത്തെ സൂറത്തിൽ നിൽക്കുന്നുണ്ടാവും, അല്ലേ? അത് അള്ളാഹുവിൽ തവക്കല് ചെയ്യാത്തത് കൊണ്ടാണ്, ഒന്നാമത്തെ കാര്യം. ഇനി അതല്ല നമ്മളിപ്പോ ഉദ്ദേശിച്ച കാര്യം, ഞാനൊരു വീട് 10 നില എടുക്കണം എന്ന് ഉദ്ദേശിച്ചിട്ട് എനിക്ക് 2 നില എടുത്തപ്പോ തന്നെ എന്റെ അവസ്ഥ മാറി, മുഴുവനാക്കാൻ കഴിഞ്ഞില്ല. ഇതിൽ ഹൈറുണ്ടാവും. കാരണം അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട് ഓക്കെ, നിങ്ങൾക്ക് ഷെറ് വരുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദി ഞാനാണ്. കാരണം എന്താണ്? നിനക്ക് ഈ ഒരു പേജ് മാത്രമേ അറിയുള്ളൂ, ഞാനാണ് ഈ കഥ മുഴുവനും എഴുതിയ ആള്, അല്ലേ? അള്ളാഹുവാണ് നമ്മളെ ജീവിതമാകുന്ന കിതാബിന് മുഴുവനും എഴുതിയ ആള്. ആ സമയത്ത് നമുക്കറിയില്ല ഇതിന്റെ ആഫ്റ്റർ എഫക്റ്റ് എന്താണെന്ന്, അല്ലെങ്കിൽ നാളെ എന്താണ് അള്ളാഹു ഉദ്ദേശിക്കുന്നതെന്ന്. ചിലപ്പോ ഇതിനേക്കാളും ബെസ്റ്റ് ആണ് വെച്ചിട്ടുള്ളത്. അള്ളാഹു പറയുന്നുണ്ട്, നീ ഒരു വിഷമത്തിലാണെങ്കിൽ അതിനേക്കാളും ബെസ്റ്റ് ആയിട്ട് ഉള്ള കാര്യം നിനക്ക് വെച്ചിട്ടുണ്ടെന്ന്. സുബ്ഹാനല്ലാഹ്.
ഈ വിശ്വാസമാണ് ഒന്നും എന്റെ കയ്യിലല്ല, എല്ലാം അള്ളാഹുവിന്റെ നിയന്ത്രണത്തിലാണ് എന്നുള്ള വിശ്വാസമാണ് നമ്മളെ ഫന എന്നുള്ള അവസ്ഥയിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ നമ്മൾ ആളുകളെ അഭിപ്രായത്തിൽ നിന്ന് ഒഴിവാവും. നമുക്ക് പൊതുവേ ഉള്ള ഒരു ബേജാറാണ് ആളുകൾ എന്ത് പറയുന്നുള്ള ഒരു ഭയം, ഒരു പേടി. ഞാൻ ഈ ഡ്രസ്സ് ഇട്ടാൽ ആളുകൾ എന്ത് പറയും, ഞാൻ ഇത് ചെയ്താൽ ആളുകൾ എന്ത് പറയും, ഞാൻ അങ്ങനെ നടന്നാൽ ആളുകൾ എന്ത് പറയും. പക്ഷെ ഈ ഒരു ഫന എന്നുള്ള അവസ്ഥയിലേക്ക് നമ്മളെ നഫ്സിനെ എത്തിക്കുന്ന സമയത്ത് നമുക്ക് മറ്റുള്ളവരുടെ പ്രശംസ ആവശ്യമില്ല. ഇങ്ങനെ പ്രശംസിക്കുന്നതിൽ ആവശ്യമില്ല. ഓക്കെ, ഞാൻ ചെയ്തു, അള്ളാഹു കണ്ടു, അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് ഞാൻ പ്രതിഫലം പറ്റും ഇൻഷാ അള്ളാഹ്. അതേപോലെ മറ്റുള്ളവർ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമ്മളെ വേദനിപ്പിക്കില്ല. കാരണം അള്ളാഹ്ക്ക് അറിയില്ലേ, അള്ളാഹ്ക്ക് എന്റെ മനസ്സറിയാം. ഞാൻ ഇന്നും കൂടി അള്ളാഹിനോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട് അല്ലേ. നമ്മളെ ഒരാൾ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ നമുക്കറിയാം നമ്മൾ ഓക്കെയാണ്, നമ്മൾ നേർവഴിയിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് പ്രശ്നമില്ല. അങ്ങനെ നമ്മുടെ മനസ്സിനെ വേദനിപ്പിക്കില്ല. അപ്പം ഉദാഹരണം പറയുകയാണെന്ന് വെച്ചാൽ രഹസ്യമായിട്ട് നല്ലത് ചെയ്യുമ്പോൾ നമ്മളെ ഹൃദയം കൂടുതൽ സന്തോഷം അനുഭവിക്കും. ഇത് തന്നെയാണ് ഫനയിലെത്തുക എന്നുള്ളൊരു അവസ്ഥ. അതേപോലെ നമ്മളെ സ്വന്തം ബുദ്ധിയിൽ നിന്ന് ഫനയിലേക്ക് മാറും. എന്ന് വെച്ചാല് എനിക്കെല്ലാം അറിയാന്നുള്ള ഒരു ഭാവം ഇതുവരെ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ നിന്ന് ഒഴിവായിട്ട് എനിക്കെല്ലാം മനസ്സിലാവണമെന്നില്ല, പക്ഷെ അള്ളാഹു എല്ലാം അറിയുന്നുണ്ട് എന്ന് അംഗീകരിക്കും. ഓക്കെ, നമുക്ക് എന്ത് ബുദ്ധിമുട്ട് വരുന്നെങ്കിലും എന്ത് നന്മ വരികയാണെങ്കിലും ഓക്കെ, ഇതിന്റെ എഫക്റ്റ് എന്താണെന്ന് എനിക്കറിയില്ല, പക്ഷെ അള്ളാഹുവിന് അറിയാം. അല്ലെ, അള്ളാഹു ആലം. ചില കാര്യങ്ങളെ നമുക്ക് അറിയലുണ്ടാവില്ല, നമ്മൾ എന്നിട്ട് അത് എന്താണ് എന്താണ് എന്തുകൊണ്ടാണ് എങ്ങനെയെന്ന് ഈ കാരണങ്ങൾ തേടി നടക്കും. പക്ഷെ നമ്മൾ ഫനയിൽ എത്തുന്നതോട് കൂടി ഓക്കെ, അങ്ങനെ സംഭവിച്ചു, അത് ഒരുപക്ഷെ എനിക്ക് നല്ലതായിരിക്കാം, അള്ളാഹുവിനെ അറിയാലോ. ഈ രീതിയിൽ നമ്മൾ മാറും. അത് എനിക്കറിയണ്ട, അള്ളാഹുവിനെ അറിയാം. അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ പൂർണ്ണമായിട്ടും ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തുടങ്ങും. നമ്മളിപ്പോഴും ഭാര്യയാണ്, അമ്മയാണ്, ജോലി ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മകളാണ്, ഇങ്ങനൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ ഉള്ളിലുള്ള തീരുമാനങ്ങള്, പ്രതികരണങ്ങള്, അതുപോലെ നമ്മളെ ലക്ഷ്യങ്ങള് ഒക്കെയും അള്ളാഹുവിനെ സന്തോഷിപ്പിക്കാൻ എന്നുള്ള രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും. നമ്മളിപ്പോഴും വെച്ചുണ്ടാക്കുന്നുണ്ടാവും, ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ടാവും, ക്ലീൻ ചെയ്യുന്നുണ്ടാവും, പക്ഷെ ഇത് അള്ളാഹുവിനുള്ള പ്രതിഫലം ആഗ്രഹിച്ചിട്ടാവും ചെയ്യുന്നത്. ഇതുവരെ നമ്മൾ വീട് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മള് ആളുകൾ വരുമ്പോ എന്ത് വിചാരിക്കും, അവരെന്റെ വീട് കണ്ടാല് ഒന്ന് പ്രശംസിക്കണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയോ. നമ്മൾ ഇതുവരെ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തിട്ടുള്ളത് നമ്മളെ കുടുംബത്തിൽ നിന്ന് നമുക്കൊരു പ്രശംസ കിട്ടണം, അല്ലെങ്കിൽ ആ ഉത്തരവാദിത്തം ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാവും. പക്ഷെ ഇത് കൂടി നമ്മൾ ആ നീയത്ത് മാറ്റിയിട്ട് അള്ളാഹുവിന്റെ തൃപ്തിക്ക് വേണ്ടിയിട്ട്, അള്ളാഹുവിന് പ്രതിഫലം കിട്ടാൻ വേണ്ടിയിട്ട്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് ഞാൻ എന്റെ കുടുംബത്തിന് ഫുഡ് ഉണ്ടാക്കുന്നു. ഈ രീതിയിൽ നമ്മൾ മാറിയിട്ടുണ്ടാവും. നമ്മളെ തീരുമാനങ്ങൾ മാറും, നമ്മളെ പ്രതികരണം നേരത്തെ പറഞ്ഞ പോലെ നമ്മളോട് ആരെങ്കിലും ചൂടായാലും ദേഷ്യപ്പെട്ടാലും ഒക്കെയും നമ്മള് ഓക്കെ കുഴപ്പമില്ല, അള്ളാഹുല് നമ്മളെ പ്രതികരണം മാറി. മറ്റേ നമ്മള് തിരിച്ച് ദേഷ്യപ്പെടും അല്ലേ. ഈ ദേഷ്യപ്പെടലൊക്കെ ഒരു പകർച്ചവ്യാധിയാണെന്നാ പറയാം. നമ്മൾ ഒരാളോട് ദേഷ്യപ്പെട്ട് അത് അടുത്തതിനോട് ദേഷ്യപ്പെടും, അത് അടുത്തതിനോട് ദേഷ്യപ്പെടും, ഈ രീതിയിലാണ് മുന്നോട്ട് പോവാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരാളോട് ദേഷ്യപ്പെട്ട് ആ ആള് വിഷമിച്ചിരിക്കും, ആ വിഷമം പകർന്നു പകർന്നു പോകും. ഈ രീതിയിലൊക്കെയാണ്. അപ്പം നമ്മളെ പ്രതികരണങ്ങൾ മാറും, നമ്മളെ ലക്ഷ്യങ്ങൾ മാറും, നമ്മളെ തീരുമാനങ്ങളെ. മറ്റുള്ളവർ പറയും ഈ ഇതിട്ടോ അതിട്ടോ, അല്ലെങ്കിൽ ഈ ഡ്രസ്സാണ് എനിക്ക് നല്ലത്, അല്ലെങ്കിൽ കൈ കണ്ടിച്ചിട്ട് കുഴപ്പമില്ല, അല്ലെങ്കിൽ നീ ഒരു 5 മിനിറ്റിനൊക്കെ അള്ളാഹുവിന്റെ ഇതിൽ നിന്ന് കുറച്ച് ധിക്കരിച്ച് വെച്ചിട്ട് കുഴപ്പമില്ല, ഈ രീതിയിലൊക്കെ നമ്മളെ ചുറ്റുവട്ടത്തും പറയാൻ ആളുണ്ടാവും. അപ്പൊ നമ്മളെ തീരുമാനം മാറും. ഇല്ല, നിങ്ങൾ എന്തോ പറഞ്ഞോ, എനിക്ക് അള്ളാഹുവിന്റെ ഇഷ്ടമാണ് ഉദ്ദേശം, എന്റെ ഉദ്ദേശം അതാണ്, അതുകൊണ്ട് ഞാൻ മാറാൻ പോണില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ മാറാം. ഈ രീതിയിലേക്ക് നമ്മൾ മാറും. ആ സമയത്ത് നമുക്ക് സന്തോഷവും ദുഃഖവും ഒക്കെ അള്ളാഹുവിനോട് അടുത്താകുന്ന ഒരവസ്ഥ വരും. ഒറ്റ വരിയിൽ പറഞ്ഞാല് ഫന എന്ന് പറഞ്ഞാല് ജീവിതത്തിൽ നിന്ന് ഇല്ലാതാവലെന്നല്ല, അഹങ്കാരത്തിൽ നിന്ന് ഇല്ലാതാവുക. നമ്മളെല്ലാ കാര്യങ്ങളും അള്ളാഹുമായിട്ട് കണക്ട് ചെയ്തുകൊണ്ട് ജീവിക്കാം. ഫന എന്ന് പറഞ്ഞാല് നമുക്കൊരു വികാരവും ഇല്ല, ഒരു ചിന്തയില്ല, ജീവിതമൊക്കെ ഉപേക്ഷിച്ച് ശരീരത്തൊന്നും വേണ്ടാന്നും പറഞ്ഞ് അങ്ങനെ ജീവിക്കാം. ആ ഒരു അവസ്ഥയല്ല ഫന എന്ന് പറയുന്നത്. സത്യമായ ഫന എന്ന് പറയുന്നത് നമുക്ക് വിനയത്തോട് കൂടിയിട്ട്, കൂടുതൽ സ്നേഹത്തോട് കൂടിയിട്ട്, കൂടുതൽ ഉത്തരവാദിത്തത്തോട് കൂടിയിട്ട്
ജീവിക്കാൻ പറ്റുന്ന ഒരവസ്ഥയാണ്. ഇൻഷാ അല്ലാ നമുക്ക് എല്ലാവർക്കും അള്ളാഹു ഈ ഒരു അവസ്ഥയിൽ അഹങ്കാരമില്ലാതെ നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം ശ്രമിച്ചുകൊണ്ട് നമ്മളെ ഹൃദയത്തെ ക്ലീൻ ആക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കാൻ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഞങ്ങൾ നടത്തുന്ന സ്ത്രീകൾക്ക് മാത്രമായുള്ള കോഴ്സിൽ ചേരാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിലുള്ള കമന്റിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇൻഷാല്ല ഞാൻ പിൻ ചെയ്യാം. അതില് ഖുർആൻ ഹിഫ്ള്, തജ്വീദ്, തഫ്സീർ, തർജമ കൂടെ എങ്ങനെ നല്ല മുസ്ലിമയാവാം, എങ്ങനെ നല്ല മനസമാധാനത്തോട് കൂടിയുള്ള മുസ്ലിമയായിട്ട് സ്വർഗത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് നമുക്ക് മാറാം എന്നൊക്കെയുള്ള ക്ലാസ്സുകളാണ് വരുന്നത്. ഇൻഷാല്ല മാസം 300 രൂപയാണ് ഫീസ്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഇൻഷാല്ല അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. നമുക്ക് എല്ലാവർക്കും സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹുവിന്റെ തിരുമുഖം കാണാനും അള്ളാഹു തൃപ്തിപ്പെട്ട ദാസന്മാരായിട്ട് ജീവിക്കാനൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا أن الحمد لله رب العالمين. آمين. السلام عليكم ورحمة الله وبركاته.